ആരെങ്കിലും വിചാരിച്ചാൽ അങ്ങനെ പറിച്ചു മാറ്റാൻ കഴിയുന്ന വൃക്ഷമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. പ്രതിസന്ധികൾ വന്നാൽ ഒരു പക്ഷേ വലിയ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞേക്കും, അതിന്റെ ഇലകളും ശിഖരങ്ങളും ഇളകിയേക്കും. പക്ഷെ ഒരിക്കലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ മുബാറക്കായി മഹാത്മാക്കൾ സ്ഥാപിച്ച ഈ സംവിധാനത്തിന് ഒരു പരിക്കുമേൽക്കില്ല. വിജയകരമായി ഈ പ്രതിസന്ധി മധ്യയിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ച മഹാന്മാരും ഇതിന് നേതൃത്വം കൊടുത്ത പ്രമുഖരും അവർ മുഴുവനും യമനിലെ ഹളറമൗത്തിൽ നിന്ന് നേരിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു ഞങ്ങൾ യമൻകാർക്ക് ബറക്കത്ത് ചെയ്യണമെന്ന് തങ്ങൾ പ്രാർത്ഥിച്ചു വെച്ചിട്ടുണ്ട്. തങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടാതെ പോകില്ലല്ലോ. അള്ളാഹു ബാരിക്കിൽ യമനിന. മാത്രമല്ല യമനിലെ ഹളറമൗത്തിലെ പ്രത്യേക പ്രദേശമാണ് തെരീം. ആ ഹളറമൗത്തിന് വേണ്ടിയും തെരീമിന് വേണ്ടിയും ഇതുപോലെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. 3 പ്രാർത്ഥന നടത്തിയ 3ാമത്തെ ഭാഗം വലിയ ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും ഈ പ്രദേശത്ത് ജനിപ്പിക്കണേ എന്നാണ്. ആ നാട്ടുകാർ ആ ആലിമീങ്ങളും സ്വാലിഹീങ്ങളുമായി തീരേണ്ട ആളുകൾ ആ ബറക്കത്തിന്റെ തങ്ങൾ പ്രഖ്യാപിച്ച